നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന കൃഷ്ണമോള് വൈദ്യയോട് ചോദിച്ചു, അല്ല അമ്മ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു. കുറച്ച് സമയം ആയെന്ന് പറഞ്ഞു. അമ്മ ഏത് റൂമിലാ? അമ്മയുടെ റൂമിൽ. അപ്പോൾ ബബിതേച്ചിനെ ഇറക്കി വിട്ടോന്ന് ചോദിച്ചു. എന്നെ ആ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞു. അല്ല അമ്മ അലീന ചേച്ചി തമ്മിൽ കണ്ടോന്ന് ചോദിച്ചു. കണ്ടു. എന്നിട്ട് എന്തായി? എന്താവാനായിട്ട്? ചായ കൊണ്ടേ കൊടുത്തു. അമ്മയുടെ സ്വഭാവം അറിയാലോ. അമ്മ വേണ്ടാന്ന് പറഞ്ഞ് ഒച്ചപ്പാട് വെച്ചു. അത്രേ ഉള്ളൂ. അത്രേ സംഭവിച്ചുള്ളൂ. വേറൊന്നും അമ്മ പറഞ്ഞില്ലേ? വേറെന്ത് പറയാനായിട്ടാ? ഇനിയിപ്പം നീ പോയി ഇനിയിപ്പം വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോണ്ട. അമ്മയെ ഉപദേശിച്ചാലും അമ്മ നേരെയാവൊന്നും തോന്നില്ല എന്ന് പറഞ്ഞു. അല്ല ബബിതേച്ചി ഒന്നും പറഞ്ഞില്ലേ? ഞാൻ എന്ത് പറയാനായിട്ടാ? ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കേൾക്കോ? അല്ലേ തന്നെ അമ്മയുടെ മുറി ഞാൻ കയറിയത് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അമ്മയ്ക്ക് പണ്ട് മുതൽ ആരോട് സ്നേഹമില്ലല്ലോ. അത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനിന്ന് പോയി കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് നേരെ എന്ത് ചെയ്തു, വൈജയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് വൈജ ഫോൺ വിളിക്കുമായിരുന്നു. കൃഷ്ണമോളെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ താഴെ വെച്ചു. അപ്പോഴേക്കും കൃഷ്ണമോള് ചോദിച്ചു, അല്ല അമ്മ ഇത് എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു. വന്നതല്ല, പിടിച്ചു കെട്ടി കൊണ്ടുവന്നല്ലേ. ആര്? നിന്റെ അങ്കിളുമാര്. അല്ലമ്മേ, അമ്മയുടെ വീടല്ലേ ഇത്? അപ്പൊ അമ്മ പിന്നെ ഇവിടെയല്ലേ നിൽക്കേണ്ടതെന്ന് ചോദിച്ചു. എൻ്റെ വീടോ? ഇത് എൻ്റെ വീടൊന്നുമല്ല, ഇത് അവളുടെ അല്ലേ, അലീനയുടെ വീടല്ലേന്ന് ചോദിച്ചു. അവളല്ലേ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചു വെച്ചിരിക്കുന്നേ. എൻ്റെ അമ്മേ, അമ്മയ്ക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല അല്ലേന്ന് ചോദിച്ചു. അതുപോലെ തന്നെയാ. എന്താടി, എനിക്ക് മാറ്റമുള്ളതായിട്ട് നിനക്ക് തോന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ആ മാറ്റത്തിൻ്റെ കാര്യമല്ല ഉദ്ദേശിച്ചേ. അല്ല അമ്മയൊന്ന് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ഒന്ന് നടന്ന് കാണിക്കുകയാണ്. അപ്പോഴേക്കും കൃഷ്ണമോള് ചോദിച്ചു, അമ്മയ്ക്ക് ഇപ്പം നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, രോഹിത്തേണ്ണെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല അമ്മ കാണുന്നില്ലേ രോഹിത്തേണ്ണെ. എന്താടി അങ്ങനെ ചോദിച്ചേ? അല്ല രോഹിത്തേണ്ണ പനിയും വയ്യായികയും ചുമയൊക്കെയാ, ദേഹത്തിന് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ രോഹിത്തേണ്ണ ഒന്ന് പുറത്തു പോയായിരുന്നു. പുറത്തു പോയ സമയത്ത് നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലി, നന്നായിട്ട് കിട്ടി. ഒടുവിൽ ഓടി വന്നാ വീട്ടിലേക്ക് കയറിയത്. ഇപ്പം രോഹിത്തേണ്ണെ നോക്കുന്ന ആരാന്നറിയോ? അലീന ചേച്ചിയാന്ന് പറഞ്ഞു. അലീനയോ? അവൾ എന്തിനാടി നോക്കുന്നേ? നീയൊക്കെ പിന്നെ എന്നാ കാണിക്കാനിരിക്കുന്ന ഇവിടെ? 2 അനുജിത്തിമാരുണ്ടല്ലോ നിനക്കൊക്കെ പോയി രോഹിത്തിനെ നോക്കിക്കൂടാന്ന് ചോദിച്ചു. നല്ല കഥയെ ഞങ്ങളൊക്കെ അടുപ്പിച്ചിട്ട് വേണ്ടേ? എത്ര ഗ്ലാസും പ്ലേറ്റും അവിടെ പൊട്ടിച്ചെന്നറിയാവോ? ആരെ അടുപ്പിക്കത്തില്ലായിരുന്നു. അലീന ചേച്ചി അവരെ ഓടിച്ചു വിടുമായിരുന്നു. അത് വേണമല്ലോ, അവളാണല്ലോ സർവനാശത്തിൻ്റെ കാരണം. അവൾ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടാണല്ലോ. എൻ്റെ അമ്മേ, ഇനിയെങ്കിലും അമ്മയുടെ ഈ കുറ്റപ്പെടുത്തലുകളൊന്ന് നിർത്ത്. എന്നിട്ട് പോയി രോഹിത്തേണ്ണ ഒന്ന് കാണാൻ നോക്ക്. രോഹിത്ത് എവിടെയാ? മോളത്തെ മുറിയിലാണെന്ന് ചോദിച്ചു. അതെ. പിന്നീട് വൈജ രോഹിത്തിനെ ഫോൺ വിളിക്കുകയാണ്. വിളിച്ചിട്ട് കിട്ടുന്നില്ല. അല്ല അമ്മ ആരെയെ വിളിക്കണേ? രോഹിത്തിനെ. അതിന് വിളിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങോട്ട് ചെന്നാൽ പോരാന്ന് ചോദിച്ചു. അവിടെ ആ ബാലേന്ദ്രൻ കാണും. അതിനെന്താ അമ്മേ? എനിക്ക് അങ്ങനെ കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പോകാത്തതെന്ന് പറഞ്ഞു. അമ്മ ഇങ്ങോട്ടേക്ക് വന്നേന്നും പറഞ്ഞുകൊണ്ട് വൈജയുടെ കയ്യിലേക്ക് കയറി കൃഷ്ണമോള് പിടിച്ചു. പിന്നെ അച്ഛനമ്മയെ പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല. രോഹിത്തേണ്ണ വന്ന് കാണാൻ പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് നേരെ രോഹിത്തിൻ്റെ മുറിയുടെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. സ്റ്റെയർ കേസിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും വൈജ പറഞ്ഞു, എനിക്ക് സ്റ്റെയർ കേസ് കയറാൻ പറ്റുമോ എന്ന് തോന്നില്ല, അമ്മ എങ്ങോട്ട് പോവാൻ, ഞാൻ പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കയ്യെ പിടിച്ച് അങ്ങ് കയറ്റിക്കൊണ്ട് പോണ സമയത്ത് കൃഷ്ണമോള് പറഞ്ഞു, അമ്മയ്ക്ക് കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അച്ഛനെ പേടിയായതുകൊണ്ടല്ലേ അമ്മ രോഹിത്തേണ്ണ മുറിയിലേക്ക് പോകത്തെന്ന് ചോദിച്ചു. ഒന്ന് പോടി അവിടുന്ന്, ഞാൻ ഇതിനെ പേടിക്കണമെന്ന് ചോദിച്ചു. പിന്നെ അമ്മയ്ക്ക് പേടിയാണെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റെയർ കേസ് കയറി മുകളിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേനും വൈജ പറഞ്ഞു, കാല് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ബാലേന്ദ്രൻ്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നേ. ഒരു നിമിഷം വൈജ ഒന്ന് പതറി. വൈജ അങ്ങ് തിരിഞ്ഞു നിൽക്കുവാണ്. കൃഷ്ണമോള് ചോദിച്ചു, അച്ഛനിത് എവിടെ പോന്നു? ഓഡിറ്റോറിയം ഒന്ന് കാണണം. ഗോവർദ്ധനം വെയിറ്റ് ചെയ്ത് നിൽക്കുക. അല്ല നീ എന്താ നേരത്തെ എക്സാം ആയിരുന്നല്ലോ അച്ഛാ? എക്സാം എളുപ്പമായിരുന്നോ? കണക്കായിരുന്നോ? അല്ല മാത്സ് ആയിരുന്നു ഞാൻ പറഞ്ഞ. അങ്ങനെ എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ സ്റ്റെയർ കേസിൽ ഇറങ്ങി താഴേക്ക് പോകുന്ന സമയത്ത് വൈജ ഇങ്ങനെ നോക്കുകയാണ്. ബാലേന്ദ്രൻ തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേനും വൈജ പെട്ടെന്ന് നോട്ടം മാറ്റി. ഈ സമയത്ത് കൃഷ്ണമോള് വൈജയോട് ചോദിച്ചു, അമ്മ എന്താ ഇവിടെ നിൽക്കുന്ന? അമ്മ എന്താ രോഹിത്തേണ്ണ മുറിയിലേക്ക് പോകത്തെന്ന് ചോദിച്ചു. അതെന്താ നീ വരുന്നില്ലേന്ന് ചോദിച്ചു. അല്ല അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കിയതുകൊണ്ട് ചോദിച്ചാ. എന്താ എനിക്ക് നോക്കിക്കൂടെ? എന്നെ പിടിച്ചു വലിച്ച് ഇവിടം വരെ കൊണ്ടുവന്ന് നീയല്ലേ? എൻ്റെ അമ്മയ്ക്ക് രോഹിത്തേണ്ണ പേടിയുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല അച്ഛനോട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് വേണേൽ മുറിയിലേക്ക് പോകാമായിരുന്നല്ലോ, പിന്നെ അമ്മ ഇവിടെ കുന്തം വിഴുങ്ങിയ പോലെ നിന്നോണ്ട് ചോദിച്ചാ. കൃഷ്ണേ നീ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം ഇട്ട് തന്നാണ്ടല്ലോ,
എൻ്റെ അമ്മ ഈ അടി രോഹിത്തേണ്ണ കൊടുക്കുമായിരുന്നെങ്കിൽ രോഹിത്തേണ്ണ പണ്ടേ നന്നായി പോയനം. മുറിയിലേക്കല്ലേ ചെല്ലുന്നേ, ഒന്ന് ഉപദേശിച്ച് നോക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ കൃഷ്ണമോള് കയ്യെ പിടിച്ചോണ്ട് നേരെ വൈജയം കൊണ്ട് രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ മുറിയിലേക്ക് വന്ന വൈജ രോഹിത്തിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, നിനക്കിപ്പോൾ എങ്ങനെയുണ്ടാ, നിനക്ക് പനിയാന്ന് കൃഷ്ണ പറഞ്ഞു പറഞ്ഞു. കുറവുണ്ടെന്ന് പറഞ്ഞു. എടാ ജയിലിൽ നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു, ആഹാരമൊക്കെ നേരെ ജോബി കിട്ടിയെന്ന് പറഞ്ഞു. എന്നിട്ട് നീ ഭയങ്കര മെലിഞ്ഞാണല്ലോ ഇരിക്കുന്നത്, വല്ലാത്തൊരു കോലത്തിനാണല്ലോ എന്ന് പറഞ്ഞു. അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. എടാ നിനക്കിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എൻ്റെ ദൈവമേ, ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എത്ര വലിയ നാണക്കേടായിരുന്നു അറിയാം എനിക്ക്. ഓരോരുത്തരും വന്ന് എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് പോകും. പിന്നെ നേഴ്സുമാരൊക്കെ എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കും. ആ ചിരിയുടെ അർത്ഥം എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടല്ല. എന്തേലും പറയാൻ പറ്റുമോ? നാണം കെട്ട് തൊലി ഇരിഞ്ഞാൽ നിൽക്കുന്നത്. അതുപോലത്തെ ഒരു കേസായിരുന്നല്ലോ ഇത്. ആ സമയത്ത് ശരിക്കും ഓർത്തുപോയി. മക്കളും കെട്ടിയവനും ഒന്നും വേണ്ടിയിരുന്നില്ല, കല്യാണം പോലും കഴിക്കേണ്ടതെന്ന് തോന്നിപ്പോയി. നിനക്കിതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോടോ രോഹിത്തെ, മര്യാദയ്ക്ക് നടന്നാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു, മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. അപ്പോഴേക്കും കൃഷ്ണമോട് പറഞ്ഞു, അമ്മയൊന്നും നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ ഇത് പറയാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നേ? പിന്നെ ഞാൻ എൻ്റെ വിഷമം പിന്നെ ആരോടാ പറയുന്നേ? കെട്ടിയവനോട് പറയാൻ പറ്റില്ല, മക്കളോടെങ്കിലും ഒന്ന് പറയണ്ടേ, എൻ്റെ വിഷമം പറഞ്ഞ് തീർക്കണ്ടേന്ന് ചോദിച്ചു. ഇതേ സമയത്ത് കൃഷ്ണമോള് പറഞ്ഞു, അമ്മ കൂടുതൽ പറയാതിരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. എടി നിനക്കറിയത്തില്ല അതിൻ്റെ ബുദ്ധിമുട്ട് എന്താന്ന്. ബാക്കി എന്ത് കേസും പോലെയല്ല ഈ പീഡന കേസ്. നമ്മുടെ ശരീരത്തിനൊരു മുറിവ് പറ്റിയാൽ ഉണങ്ങും, മനസ്സിന് മുറിവ് പറ്റിയാലും കുറച്ചൊക്കെ ഉണങ്ങും. പക്ഷേ ഈ പീഡന കേസുണ്ടല്ലോ, അത് ഒരിക്കലും തേഞ്ഞു മാഞ്ഞു പോകത്തില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, പീഡന കേസ് പ്രതിയാന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ആജീവനാന്തം ഇങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞു. ഇവനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? രോഹിത്തിന് ഇതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല, വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോഴേക്കും വൈജു ചോദിച്ചു, എടാ നീ വന്നു കഴിഞ്ഞപ്പോൾ ഹരിക്ക് വിഷമായി കാണുമല്ലേന്ന് ചോദിച്ചു. കൃഷ്ണയ്ക്ക് ദേഷ്യം വന്നു. കൃഷ്ണ രൂക്ഷമായിട്ടൊന്ന് വൈജയെ നോക്കി. ഓഹോ, അപ്പം അമ്മയ്ക്കിപ്പോൾ അറിയാഞ്ഞിട്ടാ വിഷമമില്ലേ? ഒരു കരി വന്നിരിക്കുന്നു, അവൻ കാരണം എത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, ഇല്ലായിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പറഞ്ഞു. എന്നിട്ട് ഇപ്പം അമ്മയ്ക്ക് കരിക്ക് സങ്കടമായെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. എന്താ രോഹിത്തേട്ടൻ ഇനിയും ജയിലിൽ കിടക്കണമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വൈജു പറഞ്ഞു, അതല്ല കൃഷ്ണൻ ഞാൻ പറഞ്ഞത്. ഒന്നുമില്ല, ഇത്ര ദിവസം ഒരുമിച്ച് കഴിഞ്ഞല്ലോ അവർ. പെട്ടെന്ന് ഇവൻ പുറത്തേക്ക് പോന്നു കഴിഞ്ഞപ്പം അവന് സങ്കടമായി കാണുമെന്ന്. പിന്നെ ഒരു സങ്കടം ചെയ്ത തെറ്റിനുള്ള ശിക്ഷയല്ലേ അനുഭവിക്കുന്നത്, വെറുതെ അല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈദ്യ രോഹിത്തിനോട് പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എത്ര പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയെന്നറിയാവോ. അതുകൊണ്ടാണ് നിനക്ക് കോടതി ജാമ്യം തന്നെ. അപ്പോഴേക്കും കൃഷ്ണയ്ക്ക് ചിരി വന്നു. അതേപോലെ അലീന ചേച്ചി പോയി ശരണ്യെ കണ്ട് സംസാരിച്ചുകൊണ്ടല്ല, അമ്മയോട് അന്നും പറഞ്ഞിട്ട് കാര്യമില്ലോ, തലയിലേക്ക് കയറാനും പോകുന്നില്ല. നിനക്ക് വേണ്ടി ഇനി കുറേ വഴിപാടുകളും കാര്യങ്ങളും നടത്താനുണ്ട്. നിനക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും നീ താഴേക്ക് ഇറങ്ങി പോരെ, എന്നെ വിളിച്ചാൽ മതി. എനിക്ക് എപ്പോഴും ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല. ഇപ്പം തന്നെ 1/2 മണിക്കൂർ എടുത്താണ് ഞാൻ ഇവിടം വരെ എത്തിയത്. കാലിന് നല്ല വേദനയുണ്ടേ, എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് രോഹത്തിനെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവണം. രോഹത്തിന് സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി. കണ്ണൊക്കെ നിറഞ്ഞൊഴുകുകയാണ് അവന്. എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ കേട്ടല്ലേ മതിയാവുള്ളൂ. ഇതേ സമയം ശിവശങ്കരനും ഗംഗാധരനും ഒക്കെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും മനുവും കമലയും കൂടെ ഇറങ്ങി വന്നു. കമല ചോദിച്ചു, എന്തായി അവിടെ ചെന്നിട്ട്? വൈജയെ കണ്ടോന്ന് ചോദിച്ചു. വൈജയെ കണ്ടു, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി നേരെ കടപ്പാട്ട് വീട്ടിൽ കൊണ്ട് ഇറക്കിയെന്ന് പറഞ്ഞു. അല്ല എന്നിട്ട് അവള് സമ്മതിച്ചോ? അവളുടെ സമ്മതമൊക്കെ ആര് നോക്കുന്നു? ഞാൻ തനിച്ചുണ്ടായിരുന്നുള്ളെങ്കിൽ മിക്കവാറും വൈജ എതിർത്തരാം. പക്ഷെ ഗംഗേണ്ണനെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് മനുശങ്കർ ചോദിച്ചു, ആൻറ്റി ഒന്നും പറഞ്ഞില്ലേന്ന് ചോദിച്ചു. എന്ത് പറയാനാടാ, അവൾക്ക് എതിർക്കാനൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. അല്ല ബാലേന്ദ്രനുമായിട്ട് ഏറ്റുമുട്ടിയോ, ബാലേന്ദ്രനായിട്ട് കണ്ടോന്നൊക്കെ ചോദിച്ചു. എടി കമലെ, നീ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നേ? അത് അവരുടെ കാര്യമല്ലേ. ബാലേന്ദ്രനുമായിട്ട് എന്നാ മിണ്ടാൻ മുട്ട് നിൽക്കുമായിരുന്നോ വൈജ? അതോ ഇനിയിപ്പം ബാലേന്ദ്രന് കമലയെ കാണാൻ കാത്തിരിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. അല്ല അപ്പോൾ അലീനയുമായിട്ട് കണ്ടോ, സംസാരിച്ചോ എന്ന് ചോദിച്ചു. അലീനയെ കണ്ടോ, സംസാരിച്ചോ? അതൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്ന് മിക്കവാറും വൈകുന്നേരം കണ്ടു, അവളുമായിട്ട് ഒരു ഏറ്റുമുട്ടലുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഓ, അമ്മയ്ക്ക് എന്തൊരു ചൂടാന്ന് നോക്കിയേ. വൈജാൻ്റെയും അലീനയും കൂടെ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന കാണാനായിട്ട്. എടാ ഉള്ള കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞാന്ന് പറഞ്ഞു. അല്ല ഒരുത്തിയല്ലേ ആ രോഹിത്തിനെ രക്ഷപ്പെടുത്തിയെടുത്തേ, എൻ്റെ മോനെ രക്ഷപ്പെടുത്തിയില്ലല്ലോ. ഓഹോ, അപ്പം അതിൻ്റെ കേടാ നിനക്കല്ലേ എന്ന് ഗംഗാധരൻ ചോദിച്ചു. അല്ല ഗംഗേട്ട, അത് പിന്നെ എടി നീ ഇങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ലാത്ത രോഹിത് ആരാ നിനക്കറിയാവുന്ന കാര്യമല്ലേ. ഒരാളെങ്കിലും രക്ഷപ്പെടുവാണെങ്കിൽ നല്ല കാര്യമെന്ന് വിചാരിക്കേണ്ടതല്ലേ.
അത് പിന്നെ ഗംഗേട്ട ഞാൻ ശിവശങ്കരൻ പറഞ്ഞു ഇവളോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഗംഗേട്ട, ഇവളുടെ തലയിലേക്കൊന്നും കയറാനും പോകുന്നില്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് കമല പറഞ്ഞു അല്ലെങ്കിലും എനിക്കറിയാം നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും എന്നെ കുറ്റപ്പെടുത്താനേ സമയമുള്ളൂ. ഹരി അവിടെ കിടക്കുന്നുണ്ട്. ഹരിയുടെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളാരും ചിന്തിക്കാറുണ്ടോ? അവനെ പുറത്തിറക്കണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിന്തയുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് മാത്രമേ ചിന്ത. ഇപ്പൊ വൈജയുടെ കാര്യത്തിന് പോയിട്ട് വന്നിരിക്കുക. എത്ര നാൾ അവളവിടെ നിൽക്കുമെന്ന് ആര് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് കമല അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. മനുവിനൊക്കെ മനസ്സിലായി അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന്. ഈ സമയത്ത് അനിയനെ അടുക്കള തിരക്കിട്ട ജോലിയിലാണ്. അപ്പോഴാണ് രേവതിക്കുട്ടി വിളിക്കുന്നത്. രേവതിക്കുട്ടി വിളിച്ചിട്ട് ചോദിച്ചു, ഓ പാവങ്ങളെ ഒന്നും വിളിക്കാൻ സമയമില്ലായിരിക്കും അല്ലേ? എൻ്റെ മോളെ അത് പിന്നെ കുറച്ച് തിരക്കായിപ്പോയി. എനിക്ക് മനസ്സിലായി. അല്ല നീ ഇതവിടെ എന്തെടുക്കുക? ഞാനിപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കുക. മാമച്ചനങ്ങളും ഗ്രാസമ്മാൻ്റെ ഒക്കെ ഒരു കല്യാണത്തിന് പോയിക്കുക. ഇതുവരെയും വന്നിട്ടില്ല. പിന്നെ എൻ്റെ സെമസ്റ്റർ എക്സാം ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ ഫ്രീ ആന്ന് പറഞ്ഞു. ആണോ? പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ പറ. രോഹിക്കുട്ടൻ എന്ത് പറയണമെന്ന് ചോദിച്ചു. അവന് പനിയാന്ന് പറഞ്ഞു. പനിയോ? അതെ, അവനോടെ കഞ്ഞിയൊക്കെ ഞാൻ തയ്യാറാക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം അവനൊന്ന് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ കൂടി അവനെ അടിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അവന് പനി പിടിച്ചതെന്ന് പറഞ്ഞു. അത് പിടിച്ചില്ലെങ്കിലും അത്ഭുതമുള്ളൂ. ആ കരിക്കുട്ടനുമായിട്ടായിരുന്നല്ലോ അവൻ്റെ കൂട്ട്. നീ ഇങ്ങനൊന്നും പറയരുത് രേവതിക്കുട്ടി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എങ്ങനെ പറയണം? എൻ്റെ ചേച്ചിക്ക് ഈ സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണുള്ളൂ. എനിക്ക് വലിയ സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. അവർ ചെയ്ത ദ്രോഹം ചേച്ചിയോട് അത്രമാത്രമല്ലേ, എനിക്കതങ്ങനെ പൊറുക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമൊന്നും അല്ലയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു ആയിക്കോട്ടെ, അതെ ഞാൻ കുറച്ച് തിരക്കിലാണ്, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ഈ ചേച്ചി വിളിച്ചോ? ഇച്ചിരി കഴിഞ്ഞിട്ട് വിളിച്ചോ, ഞാനിവിടെ ഫ്രീ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.